നല്ല രസാട്ടോ. വണ്ടികളൊന്നും ഇല്ല ഇതിൽ കൂടെ. ഇപ്പോ വലിയ വണ്ടിയൊക്കെ പോകുന്നതിന് നമുക്കിങ്ങനെ കാണാം. ലോഡും വണ്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഈ സമയത്ത് ഒരു മനുഷ്യല്ല, റോഡൊക്കെ വിശാലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഫുഡ് തിരിഞ്ഞു പോയതാ. ഉണ്ടാ അവിടെ ഉണ്ടാ? അവിടെ ഇല്ല. നമ്മള് ചുമ്മാ നൈറ്റ് ഇറങ്ങിയാണ്. നമ്മളെ വെട്ടിച്ചിറക്കുള്ള ഏറ്റവും വലിയൊരു വീടാണ് കേട്ടോ ഈ കണ്ടത്. ഇതാണ് മുന്നില്. നമ്മള് ജസ്റ്റ് ഇവിടെ റീൽസ് ഒക്കെ നോക്കിയപ്പോ വണ്ടിന്ന് ലൈറ്റ് ഒക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. വർക്കിംഗ് അല്ലാന്ന് ജസ്റ്റ് അപ്പൊ ഇറങ്ങിയപ്പോ നമ്മള് നോക്കി. പക്ഷെങ്കില് എല്ലാം വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്. ഇത് ഒന്ന് ഇടയിൽ കത്താത്തതുണ്ട്. ചുമ്മാ നൈറ്റ് ഇറങ്ങിയ കേട്ടോ. അപ്പോ ഒന്ന് ഫുഡ് കഴിക്കണം എന്നുള്ള പ്ലാനില്. ഒരു ഫുഡ് അടി കഴിഞ്ഞ് നോമ്പല്ലേ, അപ്പോ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം വെച്ചാൽ പുറത്തിറങ്ങിയതാണ്. പെരുന്നാളൊക്കെ അല്ലേ, ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങാടിയിൽ നോക്കും ചെയ്യാം. അപ്പൊ വന്നിട്ടിപ്പോ വെട്ടിച്ചിറക്കുകയാണ്. നമ്മളിങ്ങനെ യൂട്ടേൺ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് പോകണം കേട്ടോ, കട്ട് ചെയ്ത് പോകണം. മൊത്തത്തിൽ റോഡൊക്കെ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഓടിക്കുന്നവനക്കാണെങ്കിൽ ഇത് തപ്പിപ്പോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ റോഡ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഈ ഏരിയ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പലരും വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കയറ്റി വരുന്നുണ്ട്. ഇതൊന്നും കയറാൻ പാടില്ലാത്ത ഏരിയയാണ്. പക്ഷെ അതൊന്നും വകവെക്കാണ്ട് പലരും വണ്ടി എടുത്ത് കയറുന്ന ഒരു ഭാഗം കൂടിയാണ്. അപകടം വിളിച്ചു വരുത്തുന്ന ഒരു ഏരിയയാണ്. ഒന്ന് പോകുന്ന കടുങ്ങാത്തോണ്ട് എത്തിട്ടോ. കടുങ്ങാത്തോണ്ട് പോലീസ് സ്റ്റേഷനാണ് അവിടെ. കടുങ്ങാത്തോണ്ടാണ് എത്തിയിട്ടുള്ളത്. ഫുഡ് തിരിഞ്ഞിട്ടേ ഓടിയും കിട്ടിയില്ല. അപ്പൊ നേരെ നമ്മളെ അങ്ങാടിക്ക് തന്നെ വന്ന്. നമ്മൾ 9 മണിക്ക് ഇറങ്ങിയ ഫുഡ് കഴിക്കാൻ 9:30. ഇതുവരെ ഫുഡിന്റെ ഒരു സ്പോട്ട് പോലും കിട്ടിയില്ല. ഒക്കെ ലോക്കാണ് കേട്ടോ. സാധനം എണ്ണ അടിച്ചിട്ട് പോവാച്ചിട്ട് വണ്ടിയോടെ നിർത്തി. ഇതിന്ന് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് റീൽസിലൊക്കെ പറഞ്ഞ ഊട്ടിക്ക് ചാടിക്കാൻ പോയ അവസ്ഥയാണ്. 9 മണിക്ക് ഇറങ്ങിയിട്ട് 9:45. ഒരു കട കിട്ടിയില്ല. കടകൾ ഓപ്പൺ അല്ല. കുറെ നമ്മൾ വിചാരിച്ച പോലത്തെ കടയില്ല. അതുകൊണ്ട് പിന്നെ കേറാൻ പറ്റിയിട്ടില്ല. കാരണം വന്നിപ്പോ നമ്മള് വൈലത്തൂർ എത്തിയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് പോയത് പുത്തനത്താണി ഇനി കടങ്ങാത്തോണ്ട് ഇപ്പൊ വൈലത്തൂര്. ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമ്മള് തിരിച്ചും പോകുന്നതാണ്. എണ്ണ അടിച്ചിട്ട് ആവശ്യത്തിലേറെ എണ്ണ ഉണ്ട് കേട്ടോ. ഒരു ഫുഡിന് വേണ്ടിട്ട് എവിടേക്കാ പോകുന്നത്? സത്യം പറഞ്ഞാൽ മറ്റേ വൈബാണ്. ഏത് ഊട്ടിക്ക് ചായ കുടിക്കാൻ പോയ അതേ വൈബാട്ടോ. ഇത്ര നമ്മള് ചുറ്റിയിട്ടുണ്ട്. മൊത്തം ഓപ്പൺ ആട്ടോ. പെരുന്നാളായോണ്ട് ഇവിടെ തിരക്കില്ലല്ലേ? പെരുന്നാളുകൾ തിരക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. ഓടി 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 തിരൂരെത്തിയിട്ടുണ്ട്. തിരൂരാണ്. നല്ല തിരക്കല്ലേ. ഡ്രസ്സൊക്കെ എടുക്കാൻ ചെക്കന്മാര് മൊത്തം ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലിയും കാര്യങ്ങളൊക്കെ. ഫൈനലി നമ്മള് TNT ആണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ അല്ല. ഓപ്പൺ ആടാ. ഷവായൊക്കെ ഉണ്ടല്ലോ. കേറി വയ്ക്കാലോ. ഫൈനലി TNT കേറാന്ന് വിചാരിച്ചിട്ടോ. കിടന്ന് തിരിയുന്നൊക്കെ. എത്ര പോരെണ്ണം ഉണ്ട്. അതിലെന്താ പറയാനുള്ളത്? 9 മണിക്ക് പോകുന്നതാണ്. 9 മണിക്ക് പോകുന്ന 10:30 നമ്മള് ലാസ്റ്റ് തിരിഞ്ഞെത്തി. TNT കയറി. മൊത്തം തിരക്കാട്ടോ. മൊത്തം ആൾക്കാരാണ്. ഏതായാലും ഓർഡർ ചെയ്തിട്ട് 2 ഹാഫ് ഷവായ, ലൈമ്, റൊട്ടി. ഒരു ഇലട്ടുള്ള വെള്ളം കേട്ടോ. പുതിന തോന്നുന്നു. പുതിന ഇട്ട വെള്ളം, ലൈമ് വന്നിട്ടുണ്ട്. നമ്മളെ ഷവായ മെയിൻ സാധനം. പിന്നെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഷവായ, റൊട്ടി, കുറുമ റൊട്ടി, പിന്നെ കെച്ചപ്പ് വന്നിട്ടുണ്ട്. മാംഗോ അത് കഴിച്ചോട്ടെ. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് വന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഫുഡ് കഴിക്കുക, നമ്മൾ കഴിക്കും കേട്ടോ. കുഴപ്പമില്ല. ഷവായ അതുകൊണ്ട് കൊള്ളാല്ലേ. ഡൈക്കറൊക്കെ കഴിഞ്ഞ് ഏതായാലും നല്ല കുഴപ്പമില്ലാതെ ഷവായ കേട്ടോ. വലിയ ബെറ്ററാക്കി പറയാനൊന്നുമില്ല. പക്ഷെ ഓക്കെ ആയിരുന്നു ഫുഡ്. മോശം പറയാനില്ല. സമയം ഏതായാലും 11 മണിയായിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ച് പോവാണ്. വന്ന വഴി മൊത്തം ഇനി കറങ്ങിയിട്ട് വേണം വീട്ടിലെത്താൻ. ഇറക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നില്ലടാ. എന്തോ വിളിച്ചു പറയുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. മൊത്തം ഇരുട്ടാണ്. റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത്. ഒരു ട്രെയിന് ചരക്ക് വണ്ടിയാണ്. ദിവസം രാവിലെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ ഒറ്റ മൈൻഡിൽ ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ബാല് വന്നിട്ട് വിളിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. എന്നാൽ പോയേക്കാന്ന് വെച്ചിട്ടോ. ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 200 രൂപേൻ്റെ എണ്ണയും കത്തിച്ച് ഞങ്ങൾ 1.5 മണിക്കൂറിന് ശേഷം, അതായത് നമ്മൾ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയത്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഓടി എത്താവുന്ന സ്ഥലത്തൊക്കെ പോയത്. അവിടെ ഇല്ലാഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലം പോയി. അവിടുന്ന് വേറെ സ്ഥലം 4ാമത്തെ ലൊക്കേഷൻ നിന്നാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. സംഭവം ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു നൈറ്റ് റൈഡ് പോലെ എടുത്ത് ഏകദേശം 1.25 മണിക്കൂറിന് ശേഷമാണ് നമ്മളൊരു ഫുഡ് സ്പോട്ടിൽ കയറിയത്. ചാടിക്കാൻ പോയി നമ്മൾ 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലത്ത് പോയി നമ്മൾ 1.25 മണിക്കൂർ കൊണ്ട് അടുത്ത ഫുഡ് സ്പോട്ടിലെത്തി ഫുഡ് കഴിച്ച് വന്നു കേട്ടോ. സംഭവം രസമായിരുന്നു. ഒറ്റ മൈൻഡിൽ തന്നെ പറഞ്ഞാൽ ഇതാണ് സംഭവം. ഏതാണെങ്കിലും അത്രയൊക്കെ ഉള്ളായിരുന്നു. ചായ അടിക്കാൻ പോയി 1.5 മണിക്കൂർ കൊണ്ട് പോയി ഫുഡ് കഴിച്ചൊരു കഥ.
ഏതായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിൽക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.